അച്ഛൻ വളയം പിടിക്കുന്ന ബസ്സിൽ മകൾ ഡബിൾ ബെല്ലടിച്ചു. യാത്രക്കാരനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി എത്തിയതോടെ യാത്ര ഉഷാറായി. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാമപ്രിയ എന്ന ബസ് അച്ഛന്റെയും മകളുടെയും സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. കൊടുങ്ങല്ലൂർ സ്വദേശി ഷൈൻ ഡ്രൈവറും മകൾ അനന്തലക്ഷ്മി കണ്ടക്ടറുമായുള്ള ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കാളിയായി. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ ധന്യയുടെ മകളും കൂടിയായ അനന്തലക്ഷ്മിയെക്കുറിച്ച് കേട്ടറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെത്തിയപ്പോഴാണ് ബസ്സിൽ യാത്ര ചെയ്തത്. രാവിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനുള്ള മൺപാത്ര വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് കോട്ടപ്പുറത്തേക്ക് ഈ ബസ്സിൽ യാത്ര നടത്തിയത്. ചെറുപ്പം മുതൽ തന്നെ വാഹനങ്ങളോടുള്ള പ്രിയമാണ് അനന്തലക്ഷ്മി എന്ന പെൺകുട്ടിയെ കണ്ടക്ടർ കുപ്പായം അണിയിച്ചത്. എം.കോം പഠനത്തിനൊപ്പമാണ് അനന്തലക്ഷ്മി അച്ഛനോടൊപ്പം സ്വന്തം ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നത്. കോവിഡാനന്തരമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബസ് സർവീസ് നടത്തുകയെന്നത് ശ്രമകരമായി മാറിയപ്പോഴാണ് അനന്തലക്ഷ്മി ധൈര്യമായി അച്ഛനോടൊപ്പം കണ്ടക്ടറുടെ കാക്കി അണിഞ്ഞത്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു തൊഴിൽ എപ്പോഴും നല്ലത് തന്നെയാണല്ലോ. അതിനുവേണ്ടി അത് പഠിപ്പിച്ചു. പിന്നെ ആളുടെ താല്പര്യം, ഈ തൊഴിലെടുക്കാനും താല്പര്യമുണ്ടല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. ക്ലാസ് ഇല്ലാത്തപ്പോൾ പുള്ളിക്കാരിയാണ് കണ്ടക്ടർ ആയ ഒരു ഫുൾ പവറിൽ തന്നെയാണ് ആള് ഇത് ചെയ്യുന്നത്. ആ ബ്ലോക്കൊക്കെ മാറ്റാനും പൈസ മേടിക്കാനും ആളെ കയറ്റി റൈറ്റ് ആക്കാനൊക്കെ പ്രത്യേക വൈഭവമാണുള്ളത്. അനന്തലക്ഷ്മിയെയും അച്ഛൻ ഷൈൻ, അമ്മ ധന്യ എന്നിവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ച ശേഷമാണ് സുരേഷ് ഗോപി ബസ് യാത്രയിൽ പങ്കാളിയായത്. BJP നേതാക്കളും നഗരസഭാ കൗൺസിലർമാരും ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. TC വിനോസ്,